നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളുമായിട്ട് അല്പം ഒന്ന് സന്തോഷം പങ്കിരട്ടെ. മുമ്പൊക്കെ എൻ്റെ ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും എൻ്റെ വീട്ടിലെ ഫോൺ ഭയങ്കരമായിട്ട് വാചാലമാവും. എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായി ക്യൂവിൽ നിൽക്കുന്ന ഫീലിങ്ങിലാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. പടം കണ്ട ആൾക്കാർ മനസ്സിലായില്ലേ, ആ പടത്തെപ്പറ്റി അഭിപ്രായം പറയാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. ആരെയും നിരാശപ്പെടുത്താൻ പറ്റത്തുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പടങ്ങൾ ട്രെൻഡ് മാറി. ഞാൻ സിനിമയിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു കാലഘട്ടം മാറിയപ്പം താരതമ്യേന എൻ്റെ ഫോണിൻ്റെ പ്രതികരണവും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു. പക്ഷേ നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഫോൺ പണ്ട് എത്ര സജീവമായിരുന്നു അതിനേക്കാൾ ഇരട്ടി സജീവമായി എന്നുള്ള കാര്യം പറയുവാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ എവിടേക്കോ ഒളിഞ്ഞിരുന്ന എൻ്റെ പ്രേക്ഷകർ വെട്ടത്ത് വന്ന് എൻ്റെ എപ്പിസോഡിനെ കണ്ട് വാതോരാതെ സ്നേഹിക്കാനും വിമർശിക്കാനും ഒക്കെ മുമ്പോട്ട് വന്നതിൽ എനിക്കുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. അപ്പോൾ അതിനകത്ത് എല്ലാം ഞാൻ കേട്ടു. അതിനകത്ത് ഒരു സുഹൃത്തിനോട് എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ വേഷത്തെപ്പറ്റി ഞാൻ പറഞ്ഞൊരു കമൻ്റ് അല്പം എന്താ പറയുക, ഹി റിയലി ഫെൽറ്റ് എ ബിറ്റ് ഡിപ്രസ്ഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് തോന്നുന്നു പുള്ളി സ്ഥിരമായിട്ട് ആ വേഷം ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞു. ഇവിടെ അത് താങ്കൾ ആ വേഷത്തെ പറ്റിയിട്ട് ഹോട്ടലിലെ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ ധരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞത് ഇത്തിരി അതിരി കടന്നു പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതൊരു ഇൻ്ററാക്ഷനാണ്. ബാലേന്ദ്രൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അതിൽ നിങ്ങളിങ്ങനെ ചൂരലും പിടിച്ച് നിൽക്കരുത്. ഞാനിത് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ടല്ലോ, സത്യം തുറന്നു പറഞ്ഞാൽ, അടിവരയിട്ട് പറഞ്ഞാൽ, ഊന്നിപ്പറഞ്ഞാൽ അത് ആത്മപ്രശംസയാണെന്ന് പറയരുതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു തമാശ പറഞ്ഞതിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയേണ്ടത്, അങ്ങ് ഒഫൻഡഡ് ആകരുത്. യു സിറ്റ് വിത്ത് മീ വിത്ത് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് ഐ വിൽ ഗിവ് യു ഇനഫ് റീസൺസ് ടു സ്മൈൽ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ താങ്കൾക്ക് അതിനകത്ത് ആ വേഷത്തെപ്പറ്റി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം എൻ്റെ ഖേദം ഞാൻ അറിയിക്കുന്നു. അതിൻ്റെ പരിഹാരമായിട്ട് ഞാൻ കൂടെ വേഷം ഇട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വരികയും ചെയ്യാമെന്നുള്ള വാക്കും തരുന്നു പോരെ. എനിവേ, അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കൊട്ടാരക്കര നിൽക്കുകയാണ്. കൊട്ടാരക്കര നിൽക്കുമ്പം എൻ്റെ പ്രായമെന്ന് പറയുന്നത് 10, 11, 12 ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് എൻ്റെ പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ 10, 11, 12 വയസ്സ് ഈ പ്രായമെന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദ സൈക്കോളജിസ്റ്റ് കോൾ ഇറ്റ് ആസ് ഫോർമേറ്റീവ് ഇയേഴ്സ്, അതായത് സ്വഭാവ രൂപീകരണത്തിൻ്റെ അടിത്തറയിടുന്ന ഒരു ഘട്ടമാണ് ഈ പീരീഡ്. എൻ്റെയും സ്വഭാവത്തിൽ എനിക്ക് തോന്നുന്നു മാറ്റം വന്നൊരു ഘട്ടമാണിത്. ഞാനേ പറഞ്ഞു, ക്ലാസ് മിക്സഡ് ക്ലാസ്സാണ്. പെൺകുട്ടികളൊക്കെ ഇന്നത്തെ ന്യൂജൻ പെൺകുട്ടികളെപ്പോലെ തന്നെ നല്ല വീറുള്ള പെൺകുട്ടികളാണ്. ഇപ്പോഴത്തെ ആൺകുട്ടികളും വീറുണ്ട്. ഇപ്പോൾ ആൺകുട്ടികളുടെ ഭാഗത്ത് ഒരു ചെറിയ ലീഡറാണ് ഞാൻ. അതുപോലെ പെൺകുട്ടികളുടെ ഭാഗത്തും ഒരു ലീഡറുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുക. പിന്നെ മോണിറ്റർ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് മോണിറ്ററെ ഏൽപ്പിച്ചിട്ട് പോകും സാറ്. ഞാൻ വരുന്നവരാരും സംസാരിക്കുകയാണെന്ന് എഴുതി വെച്ചോണം കേട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഞാൻ മോണിറ്റർ ആയിരുന്നപ്പോൾ കുറേ പേരെഴുതി അവർക്ക് അടി വാങ്ങിച്ചു കൊടുത്തു. അപ്പം എൻ്റെ കാലം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ അവർ മോണിറ്ററായി അവർ തിരിച്ചടി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആൺ പെൺ ഗ്രൂപ്പ് എന്നൊരു സമരം വന്നപ്പം ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. കൊച്ചു പിള്ളേരാണെന്ന് ഓർത്തോണം. ഇതിപ്പോൾ ഒരു ന്യൂജൻ സിനിമയ്ക്ക് പറ്റിയ കഥ ഞാൻ പറയുന്നത്. അവർ കൂടി അങ്ങനെ അത് ആ കൂട്ടത്തിൽ, ഞാൻ കുട്ടികളുടെ ഒന്നും പേര് പറയുന്നില്ല, ആ കൂട്ടത്തിൽ മറ്റേ കുട്ടിയില്ലേ, ലെറ്റ് ഇറ്റ് ബി എക്സ്, അവളാണിതിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനോട് പ്രതികാരം ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ട്. ഏത്? നമ്മുടെ ക്ലാസ് മുറിയുടെ അപ്പുറത്തിൽ. ആ ബെഞ്ചിൻ്റെ ഒരു കാലിൽ ലൂസാണ്. നമുക്ക് രാവിലെ വന്ന് അവിടെ ഇരിക്കുന്ന ബെഞ്ചിന് പകരമായി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ 4 പേര് ചേർന്നാണ് ഈ ഗൂഢാലോചന, ഇപ്പോഴത്തെ ഭാഷയിൽ കോൺസ്പിറസി, ഗൂഢാലോചന നടന്നു. രാഷ്ട്രീയക്കാരെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേര് ചേർന്ന് വൈകുന്നേരം ക്ലാസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ കാത്തിരുന്ന്, പിന്നെ ഒരു പ്യൂൺ ശങ്കരനുണ്ട്, പാവം, ആ പേര് എനിക്ക് ഓർമ്മ വന്നു. ആ ശങ്കരൻ വന്നതെല്ലാം തുടച്ച് വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവിടുത്തെ കാലാട്ടമുള്ള ബെഞ്ചെടുത്ത് ഈ പെൺകുട്ടികളുടെ ബെഞ്ചിൻ്റെ സ്ഥാനത്ത് കൊണ്ടിട്ടിട്ട് ഞങ്ങളൊന്നും അറിയാതെ അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ പ്രെയറാണ്. പ്രെയർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കഴിഞ്ഞിട്ടാണ് പിള്ളേർ ക്ലാസ്സിലേക്ക് വരിക. പ്രെയറിൽ നമ്മൾ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരിമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര കാലമായിട്ട് 10-70 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലൊന്നും കാണുന്നില്ല എന്നുള്ള ദുഃഖം എനിക്കൊണ്ട് പൗരനെന്നിരുന്നപ്പെട്ടെ. അപ്പോൾ ഈ പ്രെയർ കഴിഞ്ഞ് വന്ന് ഈ പെൺകുട്ടികൾ വന്ന് അങ്ങോട്ട് ഇരിക്കുകയും ആ ബെഞ്ച് അങ്ങ് വീണു. എല്ലാ പെൺകുട്ടികളും നിലത്ത് വീണു. പ്രതികളായ ഞങ്ങളൊന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ നിർവികാരമായിട്ട് നിൽക്കുകയാണ്. വീണ് കഴിഞ്ഞ ഉടനെ പെൺപിള്ളേർ ആദ്യം നോക്കുന്നത് ഞങ്ങളുടെ മുഖത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ആരുടെയോ ഹാൻഡി വർക്കാന്ന് മനസ്സിലായി. വലിയ ഇഷ്യൂ ആയി. ഇന്നത്തെ കണക്കാണല്ലോ. ഇന്നിപ്പം എന്താ, സ്ത്രീകളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ മലയാളം സാർ, അറിയാമല്ലോ നമ്മുടെ മലയാളം സാറിനെ, ഞാൻ സംവിധാനം ചെയ്യുമെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ച വ്യക്തി, അദ്ദേഹം വന്നപ്പോൾ അവിടെയാണ് ഈ കോടതി കൂടുന്നത്.
ആരാണിത് ചെയ്തത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ധാരണ ആരും ജീവൻ പോയാൽ പോലും നമ്മളാരും പരസ്പരം പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ചോദിച്ചു, എനിക്കറിയില്ല സാർ, അപ്പം എനിക്കറിയത്തില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലത് എന്ന് ഞാൻ പറയുകയാണ്. അല്ലോല ആലോചിച്ച് നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കള്ളം പറയാൻ. ഒരു കള്ളം മനസ്സിൽ കയറിയാൽ അതറിയാതെ എൻ്റെ മുള്ളിൽ കിടന്നിങ്ങനെ വിങ്ങും. ശീലമില്ല. അല്ലെങ്കിൽ കള്ളം പറയാനറിയാം, നിൽക്കാൻ അറിഞ്ഞോളാന്ന് പറയും. കക്കാൻ അറിയാം, നിൽക്കാൻ പഠിക്കണം എന്ന് പറയും. അതെനിക്ക് അറിഞ്ഞുകൂടാം. ബാക്കിയുള്ള 4 പേരും നിൽപ്പുണ്ട്. ഈ 4 പിന്നെ ആൾക്കാരുടെ ചേർന്നുള്ള ഗൂഢാലോചനയാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മലയാളം സാറ് ചൂരിലെടുത്തുകൊണ്ട് വന്നു. അപ്പം ശരിക്ക് പറഞ്ഞാൽ ഈ ബെഞ്ച് ഇടുന്ന കൂട്ടത്തിൽ ഈ 3 പേരും ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴേ അവർ ശരീരം കൊണ്ട് മാറി, മനസ്സുകൊണ്ടൊന്നും. ബെഞ്ച് പിടിച്ച് പൊക്കിയത് ഇട്ടത് ഞാൻ തന്നെയാണ്. അതെപ്പോഴും എനിക്ക് സംഭവിക്കാൻ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാലുമായിരുന്നൊരു പാരമ്പര്യം എനിക്ക് നല്ലപോലെ ഉണ്ട്, അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് ഒരുപാട് കഥകളുണ്ട്, അത് പറയാം. അപ്പോൾ ഞങ്ങളില്ല, നീ വേണേൽ ചെയ്തോ, കുഴപ്പമില്ല നമ്മട്ട് നിന്നു. പക്ഷേ ഇവരെന്നെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എൻ്റെ ധാരണ. അങ്ങനെ ഈ മലയാളം സാറ് വന്നിട്ട് ഈ ചൂരലുമായിട്ട് വന്നപ്പോഴേക്കും ഈ 3 എണ്ണത്തിൻ്റെയും ഗ്യാസ് പോയി. സത്യം പറഞ്ഞോണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ശിക്ഷയാണ്. പിടിച്ചിരുത്തി ബെഞ്ചിൻ്റെ പുറത്തിരുത്തിയിട്ട് നിക്കറ മാറ്റി തുടയിലാണ് അടിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും ചേർന്ന്, സാർ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ബെഞ്ചെടുത്തതും ഇട്ടതും ഇവൻ തന്നെയാണ്. അങ്ങനെ എന്നെ ഒറ്റി കൊടുക്കുകയാണ്. കൊട്ടാരക്കര വെച്ചാണ് ഇങ്ങനെ ഒറ്റി കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എന്നെ പൊതിരെ തല്ലി. പക്ഷേ തല്ലുമ്പോഴൊക്കെ ഞാൻ എന്നെ തല്ലാൻ കാരണക്കാരായ പെൺകുട്ടികളുടെ മുഖത്ത് ഞാൻ ചിരിച്ചുകൊണ്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ. അതെനിക്ക് ആ മലയാള സാറിനെ ചൊടിച്ചു. എന്താണ് ചിരിക്കുന്നതാണ് തല്ലുമ്പം? ഞാൻ ഒന്നും പറയാൻ പോയില്ല, കാരണം ഞാൻ കീഴടങ്ങുന്ന പരിപാടിയില്ല, കാരണം അബദ്ധം പറ്റിപ്പോയി. ഇതാണ് സംഭവം. അപ്പം കുറേശ്ശെ എന്നിൽ ഒരു ഞാൻ വളരുന്നതിൻ്റെ പല ഷെയ്ഡ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വേണം നമുക്ക് സംവിധാന ബാലേന്ദ്രനിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആ സ്കൂളിൽ എല്ലാ വർഷവും ഗാന്ധി ജയന്തി വരും. ഗാന്ധി ജയന്തി ഈ മലയാളം സാർ നോക്കിയിട്ട് ഒരു ദിവസം വന്നിട്ട്, എനിക്കറിയില്ല മലയാളം സാറിന് എന്നോടുള്ള പണിയാന്ന് മനസ്സിലായില്ല. ഒക്ടോബർ 2 വരുമ്പോൾ നമുക്കൊരു ഗാന്ധി വേണം കേട്ടോ, ഈ ക്ലാസ്സിൽ ആർക്ക് ഗാന്ധി ആവാം എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുക. എനിക്കൊരു സെലക്ഷനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട് ബാലേന്ദ്രമേനോനാണ്. എൻ്റെ അഭിപ്രായത്തിൽ എത്തവണ ഒക്ടോബർ 2 ഗാന്ധിയായിട്ട് നീ വേണം കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ. ഞാൻ നോക്കിയോ കൊള്ളാം, രാഷ്ട്രപതി മഹാത്മാഗാന്ധി ആകാൻ പറ്റുന്ന ഇത്രയും പേരുടെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ വലിയ ഓഫറല്ലേ. പിന്നാണ് സാറ് കണ്ടീഷൻ വെച്ചത്, ഗാന്ധിയെ നീ കണ്ടിട്ടുണ്ടോ? ഗാന്ധിയെ കാണാത്താരാ? അപ്പോൾ ഗാന്ധിയെ വളരെ സിമ്പിളായി നോട്ടിനകത്തായി. എവിടെയാണ് ഗാന്ധി ഇല്ല, മഹാത്മാഗാന്ധി ഇപ്പോൾ ഇല്ലാത്തത് അല്ലേ? സത്യം പറഞ്ഞാൽ ഗാന്ധിയെ ഒരു കാർട്ടൂണിസ്റ്റിന് പോലും ഈസിയായിട്ട് വരയ്ക്കാം. ഒരു വട്ടം വിട്ട് കണ്ണട വയ്ക്കുമ്പോഴേക്കും ഗാന്ധി. അത്ര ട്രാൻസ്പെറൻറ്റ് പേഴ്സണാലിറ്റിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കണ്ടീഷൻ, ഗാന്ധിയെ പോലെ നീ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ മുട്ടയടിക്കുമെന്ന് ഏറ്റും പോയി. അങ്ങനെ എന്നെ മുട്ടയടിച്ച് ഞാൻ ഗാന്ധിയായിട്ട് മുട്ടയടിച്ച് ഞാൻ കണ്ണാടി നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നാമതേ ഏബിരാശിയായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷാക്രമെടുത്താൽ ബെഡുക്കൂസ് എന്ന് പറയും. പക്ഷേ എന്നാലും പുറകോട്ട് പോകണ്ട എന്ന് കരുതി ഞാൻ മുട്ടയടിച്ചതാണ്. ഇപ്പോൾ എത്ര പേര് പളനിപ്പോൾ മുട്ടയടിക്കുന്നില്ലേ, തിരുപ്പതി പോയി മുട്ടയടിക്കുന്നില്ല. പക്ഷേ അത്രയൊന്നും പക്വത ആ സമയത്ത് കുട്ടിക്കുണ്ടാകത്തില്ല. അബദ്ധം പറ്റിപ്പോയതാണ്, എങ്കിലും കിട്ടിയ വേദി ഞാൻ കളഞ്ഞില്ല. അത് കഴിഞ്ഞ ഉടനെ ഞാൻ സാറേ എനിക്കിനി ഗാന്ധി ആവണ്ട ഞാൻ പറഞ്ഞു. അപ്പം നീ ഒരു കാര്യം ചെയ്ത് അടുത്ത വർഷം നീ നെഹ്റു ആയിക്കും. ഞാൻ പറഞ്ഞു അത് ഞാൻ ആയിക്കോളാം. ഞാൻ ആലോചിച്ചു, നെഹ്റു തലയിൽ രോമമുണ്ടോ? നെഹ്റുവിൻ്റെ തല നമ്മൾ കണ്ടിട്ടില്ലെന്ന്. തൊപ്പി വെച്ച് കണ്ടു, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു വലിയ സിദ്ധിയായിരുന്നു കിട്ടിയിരിക്കും. നവംബർ 14 ശിശുദിനം. എല്ലാത്തിനും പറ്റുന്നൊരു സാധ്യത. കാരണം ഞാൻ നാണമില്ലാതെ എല്ലാത്തിലും പങ്കെടുക്കും. അത്രയും തൊലിക്കെട്ടി ആ സമയത്ത് എൻ്റെ പോലെ വേറൊരു വിദ്യാർത്ഥിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മിന്നൽ എന്ന പേര്. തൊലിക്കെട്ടിയെ ചേരുമ്പോൾ അന്ന് ബാലേന്ദ്രമേനോനാവും. അങ്ങനെ നവംബർ വന്നപ്പോൾ എനിക്ക് നെഹ്റു ആകണമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തത്, നേരെ ഒരു നെഹ്റുവിൻ്റെ കാൽക്കുപ്പായം, ഉടുപ്പ് എല്ലാം റെഡിയാക്കി. അപ്പോഴാണ് ശിവശങ്കരൻ വന്നത്. ശിവശങ്കരൻ പറഞ്ഞാൽ നീ ഭയങ്കര ഭാഗ്യവാനാ, നിന്നെ ജീപ്പിൽ കയറ്റിയിട്ട് കൊട്ടാരക്കര ടൗൺ മുഴുവൻ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ ആൾക്കാരും റോഡ് സൈഡിൽ കാത്തു നിൽക്കും. ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ കൂടെ ആരൊക്കെയാണ്? അന്നൊരു മിനിസ്റ്ററുണ്ട്, പൗലോസ്. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. പൗലോസ് ഒരു കേരളത്തിലൊരു മന്ത്രിയാണ് പൗലോസ്. അന്നത്തെ കൊല്ലത്തെ കളക്ടറുടെ പേരെങ്കിലും കൊച്ചുകോശി. ഇവരൊക്കെ എൻ്റെ അപ്പുറം ഗേ ദാമോദര പേര്. ഈ 3 പേരിടയ്ക്ക് ഞാൻ ഇരിക്കും. ഈ യൂണിഫോമൊക്കെ നെഹ്റുവിനെ പോലെ എല്ലാം ഇടാൻ ഷൂസില്ല. പക്ഷേ ഷൂസില്ലാത്ത നെഹ്റു എങ്ങനെയാണെന്ന് നോക്കിയപ്പം അന്ന് ആ പെൺകുട്ടികൾ, ഞാൻ നെഹ്റു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഗ്ലാമർ വന്നു. അപ്പോൾ എൻ്റെ ചുറ്റും ആൾ വന്നു. അതാണല്ലോ സിനിമയിൽ നമ്മൾ ഗ്ലാമറുണ്ട് എപ്പോഴും ആൾക്കാർ കാണും. എല്ലേ വേണ്ട, ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ മുട്ടയടിച്ച് നടന്നപ്പോൾ ആർക്കും എന്നെ വേണ്ട. പക്ഷേ നെഹ്റുവായി തൊപ്പി വന്നു, പൂ വന്നു,
എൻ്റെ രൂപം മാറിയപ്പോഴേക്കും പെൺകുട്ടികൾ എൻ്റെ ആധാരേ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അവളുടെ ഷൂസ് അഴിച്ച് എൻ്റെ കാലിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ വെരി വിവിഡ്ലി. അങ്ങനെ കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ പോകും. അപ്പോൾ 4 മണിയായപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഈ കാലറയൊക്കെ ഇട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ഇടുന്ന ഡ്രസ്സല്ല, പരിചയമുള്ളതല്ല, ഇവിടം വരെയുള്ള ഇതും ഭയങ്കര ചൂടും ഇട്ട് കറങ്ങി നടന്ന് കൊട്ടാരക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് സമ്മേളനം. ഒരു 5:30-6 മണിയായപ്പോൾ ഭയങ്കര മഴയും തുടങ്ങി, മീറ്റിംഗ് തുടങ്ങി. എന്താ പറയുക, പിന്നെ എനിക്ക് ആകെപ്പാട് 4 മണി മുതൽ തന്നെ പിടിച്ചിരുത്തിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കണം, ഒരു നിവൃത്തിയില്ല. ഒരു പ്രസംഗകനും കുറയ്ക്കുന്നില്ല, അവർ നീട്ടി പൊയ്ക്കൊണ്ടിരിക്കുക, മുഴുവൻ നിറഞ്ഞ സദസ്സും. ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പം സത്യം ഞാൻ എന്ത് വേണേ വരട്ടെ എന്ന് കരുതി ഞാൻ സ്റ്റേജിലിരുന്ന് പതുക്കെ ആ കാർമോഹം നടത്തി. സ്റ്റേജിലിരുന്നുകൊണ്ട് ഞാനങ്ങ് മൂത്രം ഒഴിക്കും. അപ്പോൾ എനിക്ക് കാണാം ഈ മൂത്രം ഒരു ചായലായിട്ട് ഇങ്ങനെ ഒഴിച്ചു പോകുന്ന കാണും. പുറത്ത് നല്ല പിഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് അതിനെ അങ്ങ് മുതലെടുത്തു. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചോർച്ച ഉണ്ടാകുന്ന ഒരു ഓഡിറ്റോറിയം ഒരു സ്കൂളിലുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അതേ കണ്ടില്ലേ, മഴ പെയ്തു, വെള്ളം സ്റ്റേജിൽ കയറി എന്ന് പറയുമ്പോൾ ഞാൻ ഈ നെഹ്റു തലകുനിച്ച് ഈ പ്രസംഗിക്കുന്ന ആൾ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാനാണ് കുറ്റവാളി, ഇങ്ങനെ പറയേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ചുറ്റുപാടുകളെ മുതലെടുക്കുന്ന സംഭവം അന്നേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ട് തന്നെ, കൊട്ടാരക്കര വെച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമയോടുള്ള കമ്പാരം. അപ്പോൾ എൻ്റെ അച്ഛൻ റെയിൽവേയിൽ, അതുകൊണ്ട് അവിടെയാണ് ഫിലിം പെട്ടികൾ വരിക. അപ്പോൾ ഫിലിം പെട്ടി ക്ലിയർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അച്ഛന് ഫ്രീ പാസ്സുണ്ട്. അച്ഛന് സിനിമ കാണാൻ താല്പര്യമില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോൾ ഏത് സിനിമ മാറി അമ്മ എങ്ങനെയെങ്കിലും അച്ഛനെ മണിയടിച്ച് ഞങ്ങളെ കൊണ്ട് ഒരു മിനർവ തിയേറ്ററുണ്ട്, ഇന്നും ഉണ്ട് ആ തിയേറ്റർ. ആ തിയേറ്ററുകാർ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും. അങ്ങനെ മിനർവ തിയേറ്ററിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ, മലയാള സിനിമ കാണുന്നത്. എൻ്റെ ഓർമ്മ വെച്ചാൽ ഞാൻ കണ്ട ആദ്യത്തെ സിനിമ കറുത്ത കൈയാണ്. കറുത്ത കൈ, ആ സിനിമ കണ്ട് അതിനകത്ത് പറവൂർ ഭരതൻ എന്ന് പറയുന്ന നടൻ ഒരു തഗ്ഗായിട്ടാണ് വരുന്നത്. അതായത് പിന്നെ നീല പ്രൊഡക്ഷൻസിൻ്റെ ആണെന്ന് തോന്നുന്നു കറുത്ത കൈ. പ്രേംനസീർ ഷീലയാണെന്ന് തോന്നുന്നു ടീം. അപ്പോൾ എൻ്റെ ധാരണ അന്ന് ഈ കട്ടൻ്റെ പറയുന്നതെന്ന് ഇവർ അഭിനയിക്കുകയാണ്. നമ്മൾ പോയ അടുത്ത ഷോയ്ക്ക് അവർ വീണ്ടും വന്ന് കളിക്കണം, ഇതൊക്കെ എൻ്റെ ഓർമ്മ. അപ്പോൾ ശിവശങ്കറിൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്യും. അതെ, നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നത്, പക്ഷേ അവർ കളിക്കാതെ കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അത് അന്നത്തെ സിനിമകളിലേക്ക് ഒരു സ്ഥിരം സീനുണ്ട്. ഒരു നായകൻ വരും, നായകൻ വന്നിട്ട് നായികയെ പ്രേമിക്കും, ഒന്ന് കെട്ടിപ്പിടിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും നായിക പുറത്തേക്ക് തെങ്ങിൻ്റെ താഴെ വന്നിട്ട് ഛർദ്ദിക്കും. അപ്പോൾ 2-3 സിനിമ കണ്ടപ്പോൾ ഒരിക്കലും ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ ഈ ചേച്ചിക്ക് എന്തിൻ്റെ അസുഖമാണ്, ചേച്ചി എന്തിനാ ഛർദ്ദിക്കുന്നത് വെച്ചപ്പോൾ തിയേറ്റർ ആൾക്കാർ ചിരിച്ചെനിക്ക് ഓർമ്മയുണ്ട്. നമുക്കറിയത്തില്ല ഗർഭമാണെന്ന് പണ്ടത്തെ സിനിമയിൽ. ഇന്നിപ്പോൾ ഗർഭമാണെന്നൊരു സംശയിക്കാറില്ല, കാരണം ഗർഭമുള്ളത് ഇല്ലാതാകുന്നു ആരും അറിയാത്തതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ ഈ കറുത്ത കൈക്കകത്ത് ഈ പറവൂർ ഭരതൻ മീശയൊക്കെ വെച്ച് വന്ന ഒരാളെ കത്തിയിടുന്ന കുത്തുന്ന ഒരു സീൻ കണ്ടതോടുകൂടി ഞാൻ ഭയമായി. എനിക്ക് പനി പിടിച്ചു. ഒരാഴ്ച ഞാൻ സുഖമില്ലാതെ കിടന്നു. യു വോണ്ട് ബിലീവ്, എനിക്ക് പേടിച്ചു പോയി. ഈ പറവൂർ ഭരതനെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു ചിത്രത്തിൻ്റെ സെറ്റ് ചെല്ലുമ്പോൾ, അതിന് മുമ്പ് അദ്ദേഹം അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ എന്തൊരു സാധു, വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ പഞ്ചഭാവം, നമുക്ക് അങ്ങേയറ്റം ഇഷ്ടം തോന്നും. ഞാൻ കരുതി എൻ്റെ പിന്നെ ഈ മനുഷ്യനാണോ കറുത്ത കൈക്കകത്ത് മീശ വെച്ച് വന്ന് എൻ്റെ ഒരാഴ്ചത്തെ ഉറക്കം കെടുത്തിയത് എന്നുള്ള സംഭവം ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് വെച്ചാൽ, സിനിമയിലെ ഇമേജ് എന്ന് പറഞ്ഞ സാധനം അതാണ്. ഈ വില്ലന്മാർ നല്ല സ്വഭാവക്കാരാണ്, നായകന്മാരുടെ സ്വഭാവം വേണമെന്നില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞതിൻ്റെ കാരണം ഈ ഇമേജും റിയൽ പേഴ്സണാലിറ്റിയും കഥ റിയൽ ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണെന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ ഭരവൂർ ഭരതനെ അമ്മയാണസത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് അദ്ദേഹത്തിന് ഓർമ്മയുള്ളത്, ഞാൻ വേറൊരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് പോകുമ്പം രാവിലെ 8 മണിക്ക് വരുമ്പോൾ ഇദ്ദേഹം താഴെ ഒരു മുറിയിലിരിപ്പുണ്ട്. ഞാൻ കണ്ടു, എന്ത് പറ്റി? അയ്യോ സാറേ, രാവിലെ 8 മണിക്ക് ഷോട്ട് എടുക്കാൻ കൊണ്ടിരുത്തിയതാണ്. ഞാൻ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ്, എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല, ഒരു ബെൽറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സീനിൽ ഇപ്പോൾ സാറിൻ്റെ സീനാണ് എടുക്കാൻ പോകണമെന്ന് കേട്ടെന്ന് പറഞ്ഞപ്പം ഞാൻ വന്ന ആ ഡയറക്ടറോട് പറഞ്ഞു, എനിക്ക് യാതൊരു തിരക്കുമില്ല, അദ്ദേഹത്തെ ദയവീത് എടുത്തയക്കണം, അദ്ദേഹം സിക്കുമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുപ്പിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന ഇമേജും റിയൽ ലൈഫും രണ്ടാണെന്ന് മനസ്സിലാക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കൊട്ടാരക്കര വെച്ചിട്ടാണ്. പിന്നീട് കൊട്ടാരക്കരയുള്ള വേറൊരു ഓർമ്മ, ഞാൻ മരണത്തെ നേരിട്ട് കണ്ടാണ്. പ്രായത്തിലൊക്കെ മരണമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുട്ടികളിങ്ങനെ ഒരുമിച്ച് ഓടി വരുന്നൊരു ഇറക്കമുണ്ട്. അപ്പോൾ സ്ഥിരം സ്കൂൾ വിടുമ്പോഴേക്കും ആഹ്ലാദമാണല്ലോ. അന്ന് ഈ പുറമേ തൂക്കുന്ന ബാഗൊന്നുമില്ല. ഓടിഞ്ഞ് വന്നപ്പോൾ മുമ്പേ പോയ പിള്ളേർ അവിടെ ഒരു വീട്ടിൻ്റെ അതിൻ്റെ എനിക്കിപ്പോൾ ചാലൂക്കോണം മാധവൻപിള്ള എന്ന് പറഞ്ഞൊരു വക്കീലാണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗത്തൊരു പട്ടി ഇരിപ്പുണ്ടായിരുന്നു. മുമ്പേ പോയ ആരും ആ പട്ടി എറിഞ്ഞു. കഷ്ടകാലത്തിന് പിറകെ വന്ന ഞാനാ, എന്നെ കയറി പട്ടി കടിച്ചു.
എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. മുമ്പേ പോകുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എൻ്റെ ഫലം അനന്തരഫലം അനുഭവിക്കാൻ എൻ്റെ ജാതകം ഞാൻ വിധിക്കപ്പെട്ടതാണ്, ഞാൻ അനുഭവിക്കാറുണ്ട്. പട്ടി കടിച്ചതും എനിക്കറിയാം, പട്ടി കടിച്ചാൽ കുത്തി വയ്ക്കുമെന്നറിയാം, കുത്തി വയ്ക്കുന്ന പൊക്കിളിന് ചുറ്റുവാണെന്നറിയാം. കടിച്ചതും ഞാൻ കരഞ്ഞു തുടങ്ങി, എന്നെ കുത്തി വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. വഴിയെ നിൽക്കുന്ന പട്ടിയെ ഞാൻ കല്ലെടുത്തെറിയുന്നു, എന്നിട്ട് ഞാൻ മുന്നേ ഓടുന്നു, പട്ടി വന്ന് പുള്ളിയെ കടിക്കുന്നു. അപ്പോഴും കഴിക്കുമ്പോഴും വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്നെ സൂചി വെക്കല്ലെന്ന്. എന്നുവെച്ചാൽ പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കല്ലേ എന്നാണ് പുള്ളി നിലവിളിക്കുന്നത് അപ്പോഴും. അപ്പോൾ അത് പോലും മുൻകൂട്ടി കാണാനുള്ള ഒരു ഇത് അന്നേ പുള്ളിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ നാരങ്ങാമിഠായി കൊടുക്കുന്നു. അത് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, എൻ്റെ വലിയ കഷ്ടകാലം. സരസ്വന ഗ്രൂപ്പ് എൻ്റെ ദുഃഖം അന്വേഷിച്ചു വന്നു. ഈ ദുഃഖം അന്വേഷിച്ചു വന്ന ഇവരിലേക്ക് കുറച്ച് മുട്ടായി വന്നിട്ട് പോയി. തന്ന മുട്ടായി എന്താണ്? നാരങ്ങ മുട്ടായിയാണ്. അപ്പം പട്ടി കടിച്ചാൽ നാരങ്ങ കഴിച്ചാൽ പേളവുന്ന. അതോടുകൂടി ശിവശങ്കരൻ വന്നു, എടാ നിന്നെയല്ലേ പട്ടി കടിച്ച്, നീ നാരങ്ങ നിന്നോ, അപ്പം നിനക്കിനി പേളവും. പേയോ? അതെന്തുവാ? അത് നീ കുരച്ച് പട്ടിയെ പോലാവും. ആദ്യമായിട്ട് ഞാൻ കേൾക്കുക, കുരച്ചാടാ ചാവുന്നേ. എനിക്ക് ഭയമായി. യു വോണ്ട് ബിലീവ് ഇറ്റ്. അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്തു, അമ്മേ എല്ലാവരും പറഞ്ഞ് ഞാൻ കുരച്ച് ചാവും, എന്തും അമ്മേ ചാവുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോടെ ഞാൻ അമ്മയെ രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുള്ളത്. എനിക്കിന്നും അമ്മ പറഞ്ഞില്ല നിനക്കൊന്നും വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന്. സാധാരണഗതിയിൽ നാരങ്ങ കഴിച്ച ഉടനെ പട്ടിക്ക് പേകളണം. ഇവിടെ പട്ടി ഒരാഴ്ച നാരങ്ങ കഴിച്ചിട്ടും പേളയില്ല, പക്ഷേ പട്ടി അങ്ങ് ചത്തു. അപ്പോൾ അച്ഛന് ഭയമായി, ചത്ത പട്ടിക്ക് പേയുണ്ടോ? അങ്ങനെ അച്ഛൻ എന്നെ കൺവിൻസ് ചെയ്തു, നിനക്ക് മഴ വാങ്ങിച്ചു തരാം, വാഴയ്ക്കാപ്പം വാങ്ങിച്ചു തരാം, നമുക്ക് പോയി ചെറിയൊരു സൂചി ഉറുമ്പ് കടിക്കുന്ന പോലെ ഉള്ളൂ, നിനക്ക് ധൈര്യമുണ്ടോ? ശരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ റെഡിയാക്കി കൊട്ടാരക്ക ആശുപത്രി കൊണ്ടുപോയിട്ട് കിടത്തി പൊക്കൾ എടുത്തു വെച്ച് നേഴ്സ് സൂചിയായിട്ട് വന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ തുടങ്ങി എന്നെ സൂചി വയ്ക്കേണ്ട. അപ്പോൾ ആ നേഴ്സിന് തോന്നി, ഇല്ല സാർ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ 3 days സാർ, അതുകൊണ്ട് തൽക്കാലം കുത്തി വയ്ക്കേണ്ടെന്ന്. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. അപ്പോൾ മരണത്തെ ഞാൻ കൺഫ്രണ്ട് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ അവെയറാകുന്നത് ആ പ്രായത്തിൽ അവെയറായി എന്നുള്ളതാണ്. അടുത്തത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരനാരാണ്. അപ്പോൾ അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. ഞാൻ താമസിക്കുന്ന കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്വർണ്ണക്കടയിൽ വെച്ച് ഞാൻ കാണുക, ആര് കൊട്ടാരക്കര ചേട്ടനിരിക്കുക. എനിക്ക് അന്ന് കാണുമ്പോൾ അരോഗ ദൃഢഗാത്രൻ, ഒരു ഒത്ത മനുഷ്യൻ, തല നല്ലപോലെ മൊട്ടയടിച്ച് ഷേവ് ചെയ്തിരിക്കുക. എനിക്ക് തോന്നുന്നു ചെമ്മീനിലെ മേക്കപ്പാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ണ് നിറയെ കാണുകയാണ് കൊട്ടാരക്കര ശ്രീധരനാരെ. അപ്പോൾ അപ്പം അദ്ദേഹം നമ്മളെ നോക്കി, സുഹൃത്തമായിട്ട് നോക്കി. ഇദ്ദേഹത്തെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. വരാൻ പോകുന്ന ഭാഗത്ത് ഞാൻ ആ ചേട്ടനെ പറ്റിയും ഭരതനെ പറ്റി പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ള സംഭവം, കൊട്ടാരക്കര ചേട്ടൻ അച്ഛൻ വന്ന് പറഞ്ഞു, കൊട്ടാരക്കര ശ്രീധരനാരെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് താമസിക്കുന്നത്. ഒരു രാത്രിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അച്ഛൻ സ്റ്റേഷനിൽ വന്നു. അച്ഛനെ പതിവില്ല, അച്ഛൻ വന്നിട്ട് അമ്മയ്ക്കും എനിക്കും പെങ്ങന്മാർക്കും മിഠായി കൊടുക്കുക. എന്താ സംഭവം മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്താ ഇങ്ങനെ പതിവില്ലാതെ മിഠായി? അത് ഇന്ന് മിഠായി തരാൻ കാരണം ഞാനല്ല. എന്താ അത്? ഇന്ന് മിഠായി തരാൻ കാരണം കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന സിനിമാ നടനാണ്. സിനിമാ നടൻ എന്തിനാണ് നിങ്ങൾക്ക് മിഠായി തരുന്നത്? എടി കുറേ കാലം കൂടിയിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആൺകുഞ്ഞ് പറഞ്ഞ ദിവസമാണ്. അതിൻ്റെ സമ്മാനമായിട്ട് സ്റ്റേഷനിൽ എല്ലാവർക്കും മിഠായി വിതരണം ചെയ്തപ്പം അദ്ദേഹം എനിക്കുന്നൊന്ന് മിഠായി കൊണ്ട് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ മിഠായി ഞാനങ്ങനെ നുണഞ്ഞ് കഴിഞ്ഞ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മിഠായി വളർന്നാണ്, ആ മിഠായിയുടെ മാധുര്യമാണ് പിന്നീട് മലയാള സിനിമയെ സംഭവിച്ച സായികുമാർ. പരിക്കുട്ടി മീൻ എനിക്കുള്ളതല്ലേ ചെമ്പുകുഞ്ഞ് മരയ്ക്കാനെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ഗായമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്ലോസപ്പ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും കാണണം. വേൾഡ് ക്ലാസ് ആക്ടിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും.